പി.സി. ജോർജിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുകയാണ്. വളരെ നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കോടതിയെ അറിയിച്ചിരുന്നു. അതിനുശേഷം താലൂക്ക് ആശുപത്രിയിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി അതിനോടൊപ്പം തന്നെ DGPയുടെ ഓഫീസിലേക്കും കൂടി എത്തിച്ചു. അദ്ദേഹത്തെ ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കിയ ശേഷമാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എപ്പോഴാണ് ഈ വൈദ്യ പരിശോധനകൾക്ക് ശേഷം അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരിക? ദേവിക, കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ പി.സി. ജോർജ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഇക്കാര്യങ്ങൾ രാവിലെ തന്നെ കോടതിയെ ധരിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം നേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നത്. കാരണം അദ്ദേഹത്തിന്റെ ECGയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ കാർഡിയോളജി വിഭാഗത്തിൽ ആയിരിക്കും അദ്ദേഹത്തെ പോലീസിന്റെ നിരീക്ഷണത്തോടുകൂടി പാർപ്പിക്കുക എന്നാണ് ഈ സമയത്ത് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ഒരു ആവശ്യമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിഭാഷകരും മുന്നോട്ട് വെച്ചത്. അദ്ദേഹം ദീർഘനാളായി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ്. ഓക്സിജൻ സിലിണ്ടറൊക്കെ അതിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി രാത്രികാലങ്ങളിൽ കഴിച്ചു കൂട്ടുന്നയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു സജ്ജീകരണങ്ങളൊക്കെ വേണ്ടി വരും. നിലവിൽ വിയൂർ ജയിലിൽ മാത്രമാണ് അത്തരത്തിലുള്ള സംവിധാനങ്ങളുള്ളത്. അതുകൊണ്ട് വിയൂരിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ ആശുപത്രിയിൽ തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിൽ പാർപ്പിക്കുക, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുമെന്ന് തന്നെയായിരുന്നു ആദ്യം തന്നെ കരുതിയിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ ഏതാണ്ട് ആ രീതിയിൽ തന്നെയായിരിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽ പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും പി.സി. ജോർജ് റിമാൻഡിൽ കഴിയുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പി.സി. ജോർജിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. മാത്രമല്ല, പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തെ 6 മണിവരെ ഈരാറ്റുപേട്ട പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ പി.സി. ജോർജിനെ ചോദ്യം ചെയ്തു. അരമണിക്കൂറോളം സമയമാണ് പി.സി. ജോർജ് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ ഏതാണ്ട് 3:45 പാല താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയി. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ECGയിലടക്കം വേരിയേഷൻ ഉള്ളതായി കണ്ടെത്തിയത്. തുടർന്ന് ഈ പാല താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് മുന്നോടിയായി തന്നെ DYSP ഓഫീസിൽ പി.സി. ജോർജിനെ ചോദ്യം ചെയ്തിരുന്നു. പാല DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഏതാണ്ട് 10-15 മിനിറ്റോളം സമയം DYSP ഓഫീസിൽ പി.സി. ജോർജ് ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയത്. 14 ദിവസത്തെ റിമാൻഡാണ്. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് 14 ദിവസത്തെ റിമാൻഡിലേക്കാണ് പോയത്. അതിന് മുന്നോടിയായുള്ള വൈദ്യപരിശോധനകളൊക്കെ പൂർത്തിയാക്കി. സ്വാഭാവിക നടപടിക്രമത്തിന്റെ ഭാഗമായി ഉള്ള വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കി. ആ വൈദ്യപരിശോധനാ സമയത്ത് അത് പി.സി. ജോർജിന്റെ ECGയിലടക്കം വ്യത്യാസം കണ്ടെത്തി. തുടർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ കാഷ്വാലിറ്റി വിഭാഗത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇവിടുത്തെ പരിശോധനകൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ ഈ വഴിയിലൂടെ തന്നെ അദ്ദേഹം പുറത്തേക്ക് വരും. തുടർന്ന് കാർഡിയോളജി വിഭാഗത്തിലേക്ക് പോകുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വൈദ്യപരിശോധനകൾക്ക് ശേഷം കാർഡിയോളജി വിഭാഗത്തിൽ പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും പി.സി. ജോർജിനെ പാർപ്പിക്കുക. 14 ദിവസത്തെ റിമാൻഡിൽ ആദ്യത്തെ ദിവസം ഇന്നിപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിലായിരിക്കും പി.സി. ജോർജ് കഴിയുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേവിക, മിഥുൻ അയ്യപ്പൻ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, അദ്ദേഹത്തിന്റെ ECGയിൽ അടക്കം വേരിയേഷൻ കണ്ടെത്തിയതിനെ തുടർന്ന് കൂടുതൽ വൈദ്യ പരിശോധന അദ്ദേഹത്തിന് നൽകേണ്ടതുണ്ട് എന്ന് കണ്ടെത്തിയതിനു ശേഷമായിരിക്കുമല്ലോ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഉടൻ തന്നെ വൈദ്യ പരിശോധനകൾക്ക് ശേഷം പുറത്തേക്ക് കൊണ്ടുവരുമോ? അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഒരു പക്ഷേ ഇനി പാലായിലേക്ക് ജയിലിലേക്ക് മാറ്റാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. കാരണം ഇത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടത്തുന്ന 3ാമത്തെ വൈദ്യപരിശോധനയാണ്. ഉയർന്ന രക്തസമ്മർദ്ദവും അതുപോലെ തന്നെ ഹൃദയമിടിപ്പിലെ ഒരു വ്യതിയാനവുമാണ് ഇപ്പോൾ പി.സി. ജോർജിന് കാണുന്നത്. ഇതിനുള്ള മരുന്ന് നൽകിയിട്ടും ഈ 5 മണിക്കൂറിന് ശേഷവും കൃത്യമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ഈ മെഡിക്കൽ കണ്ടീഷൻ കോടതിയെ അറിയിച്ചിരുന്നു. അത്തരത്തിൽ രോഗാവസ്ഥകൾ ഉള്ളതിനാൽ തന്നെ ഇത്തരത്തിൽ ജയിലിലേക്ക് മാറ്റുന്നത് ജയിലിലേക്ക് മാറ്റുന്നത് ഒരു പ്രായോഗികമല്ല എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ മെഡിക്കൽ റിപ്പോർട്ട് പൂർത്തിയാവുന്നതോടുകൂടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും. പക്ഷെ ഇപ്പോൾ ലഭ്യമാകുന്നത് മെഡിക്കൽ കോളേജിലെ പ്രത്യേക സെല്ലിലേക്ക് തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെ അദ്ദേഹം കഴിയുമെന്നുള്ള
വിവരമാണ് നമുക്കിപ്പോൾ ശരി മിഥുൻ, ലഭ്യമാകുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരും. അവിടെയുള്ള കൂടുതൽ അപ്ഡേറ്റുകളുമായി തുടരുക. നിഷ ദിലീപും മിഥുൻ അയ്യപ്പനുമാണ് വിവരങ്ങൾ നൽകിയത്.